أهلا السلام عليكم ورحمة الله وبركاته مرحبا بكم جميعا إلى درسنا الأول ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഏതൊരു ഭാഷ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോഴും നമുക്ക് ഗ്രീറ്റിംഗ്സ് ആയിട്ടും ഇൻട്രൊഡക്ടറി ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അത് അറബിയിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അറബി ഭാഷ എന്ന് പറയുന്നത് പഠിക്കാൻ വളരെ സിമ്പിളാണ്, എന്നാൽ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യാം, ഈ ഭാഷ നമ്മുടേതാക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവരോട് പറയുന്നത് അസ്സലാമു അലൈക്കും എന്നാണ്. അസ്സലാമു അലൈക്കും. ഓക്കെ, അത് 3 രൂപത്തിൽ അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയാം. ഇനി ഇതിന് മറുപടിയും സിമ്പിളാണ്. വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 3 രൂപത്തിൽ ഉപയോഗിക്കാം. ജസ്റ്റ് കാഷ്വൽ ആയിട്ടൊരു സലാം പറയുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറയാം. കൂടെ തന്നെ നമുക്ക് പറയാവുന്ന വാക്കുകളാണ് മർഹബ. മർഹബ എന്ന് പറയുന്നത് വെൽക്കം എന്നുള്ള മീനിങ്ങിലാണ്. മർഹബ, മർഹബത്തൈൻ, മർഹബൻ അൽഫ്. ഓക്കെ, ഇത് നമുക്ക് സലാം പറയുന്നതിൻ്റെ കൂടെ തന്നെ എങ്ങനെ അസ്സലാമു അലൈക്കും മർഹബ, വഅലൈക്കും അസ്സലാം മർഹബ ഇങ്ങനെ പറയും. നമ്മൾ ഒരാളെ കണ്ടത് നമുക്ക് സന്തോഷമായി, ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയാണ് എന്ത്, മർഹബ എന്ന് പറയും. ഇനി മർഹബന് പകരമായിട്ട് നമുക്ക് അഹ്ലൻ എന്ന് ഉപയോഗിക്കാം. അഹ്ലൻ, അഹ്ലൈൻ, അഹ്ലൻ വസഹ്ലൻ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീറ്റിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇനി അതിനുശേഷം നമ്മൾ നിങ്ങളുടെ വിശേഷം എന്താണ്, സുഖമാണോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന രീതിയുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. കേഫ് അൽ ഹാൽ, കേഫ് അൽ ഹാൽ. ഇത് കോമൺ ആയിട്ട് ഒരാണിനോടും പെണ്ണിനോടും ഒരുപോലെ ചോദിക്കാവുന്നതാണ് കേഫ് അൽ ഹാൽ എന്ന്. ഇനി പ്രത്യേകമായിട്ട് ഒരാണിനോടോ ഒരു പെണ്ണിനോടോ നമുക്ക് പ്രത്യേകം എടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ കേഫ് ഹാലക്, കേഫ് ഹാലക് എന്നൊരാണിനോടും കേഫ് ഹാലക്കി എന്നൊരു പെണ്ണിനോടും ചോദിക്കാം. സൗദി ഡയലക്റ്റൊക്കെ പ്രകാരം നമുക്ക് കേഫ് ഹാലിച്ച് എന്ന് ചോദിക്കാറുണ്ട്. അത് വളരെ ലോക്കലായിട്ടാണ് ഉപയോഗിക്കുന്നത്, കേഫ് ഹാലിച്ച്. ഓക്കെ, അപ്പോൾ കേഫ് ഹാലക്, കേഫ് ഹാലിച്ച്. ഇനി ഇതല്ല, കൺഫ്യൂഷൻ ഒന്നും വരാതെ നമുക്ക് എന്ത് ചെയ്യാം, കേഫ് അൽ ഹാൽ എന്ന് ഉപയോഗിക്കാം. ഇനി കേഫ് അൽ ഹാൽ എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് എന്ത് പറയാറുണ്ട്, ഷൂ അഖ്ബാറക്, ഷൂ അഖ്ബാറക്. സെയിം മീനിങ്ങിലാണ്. എന്താണ് വിശേഷം എന്നാണ് ചോദിക്കുന്നത്. ഷൂ എന്ന് പറഞ്ഞാൽ എന്ത്, ഷൂ, ഷുനു, ഏഷ്. ഈ 3 രൂപത്തിൽ എന്തെന്ന് ചോദിക്കാം. ഷൂ, ഷുനു, ഏഷ്. അപ്പം ഷൂ അഖ്ബാറക്, ഏഷ് അഖ്ബാറക്, വുഷ് അഖ്ബാറക്. തയ്യബ്. ഇനി അഖ്ബാർ മാറ്റിയിട്ട് ഉമൂർ ചേർത്ത് കൊടുക്കുകയാണ്. ഷൂ ഉമൂറക്, ഏഷ് ഉമൂറക്, ഷുനു ഉമൂറക്. ഇതൊക്കെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. മറ്റൊരു രൂപം എന്ന് പറയുന്നത് ഷൂ ലോനക്, ഷൂ ലോനക്. എന്താണ് നിന്റെ വിശേഷം? അപ്പോൾ കേഫൽ ഹാൽ, ഷൂ അഖ്ബാറക്, ഷൂ ഉമൂറക്, ഷൂ ലോനക്. ഈ 4 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശേഷം എന്താണ് എന്നുള്ളത് ചോദിക്കാം. ഇനി അതിന് മറുപടിയായിട്ട് നമ്മൾ എന്ത് പറയും? ഇതിന് മറുപടിയായിട്ട് നമുക്ക് ഖൈർ അൽഹംദുലില്ല. അവരെപ്പോഴും എന്ത് ചെയ്യും, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ല എന്നുള്ളത് കൂടെ ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പം ഖൈർ അൽഹംദുലില്ല, ബിഖൈർ അൽഹംദുലില്ല, തയ്യിബ് അൽഹംദുലില്ല, തമാം അൽഹംദുലില്ല. ഇനി സൗദിയിലൊക്കെ ആണെങ്കിൽ കുവയ്യസ് എന്നൊരു പദം ഉപയോഗിക്കാറുണ്ട്, കുവയ്യസ്. ഇനി ഒരു ലേഡി ഞാനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ കുവയ്യസ അൽഹംദുലില്ല എന്ന് പറയാം. അപ്പോൾ തമാം, ഖൈർ, ബിഖൈർ, കുവയ്യസ്. ഈ 4 രൂപത്തിൽ നമുക്ക് സുഖമാണ് എന്ന് പറയാം. ഇനി ഇതൊന്നുമില്ലെങ്കിലും അൽഹംദുലില്ല എന്ന് മാത്രം പറഞ്ഞാലും ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള മീനിങ് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇന്ന ഒരാളെ പ്രത്യേകം എടുത്ത് പറയുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരാൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ മുതിർന്ന ഒരാളാണ്. അപ്പോൾ അയാളെ വിളിച്ചിട്ട് ഓക്കെ യാ എന്നുള്ളതാണ് നമ്മളതിന് ഉപയോഗിക്കുക. യാ അഖി, കേഫ് അൽ ഹാൽ യാ അഖി, കേഫ് ഹാലിക്കി യാ ഉഖ്തി. യാ അഖി എന്ന് പറയുന്ന മൈ ബ്രദർ എന്നുള്ള ഒരു സ്നേഹപ്രകടനമാണ്. ഉഖ്തി എന്ന് പറയുമ്പോൾ മൈ സിസ്റ്റർ. കേഫ് ഹാലക്കി യാ ഉഖ്തി, കേഫ് ഹാലക് യാ അഖി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പറയാം. ഇനി മുതിർന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക, നമുക്ക് പേരൊന്നും അറിയില്ല, എന്നാൽ പ്രായം കൊണ്ട് മുതിർന്ന, ബഹുമാനം കൂടുതൽ കൊടുക്കേണ്ടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കേഫ് ഹാലക് യാ ഷേഖ് എന്ന് ചോദിക്കാം. കേഫ് ഹാലക് യാ ഷേഖ്. ഇനി അല്ലെങ്കിൽ കേഫ് ഹാലക് യാ സയ്യിദ് എന്നും ഉപയോഗിക്കാം. ഇനി അഹ് എന്നുള്ളതിന് പകരം, അഹി എന്നുള്ളതിന് പകരം വളരെ ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അഹൂയി. കേഫ് ഹാലക് യാ അഹൂയി. തയ്യബ്. ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ അതിന് മറുപടി പറയുന്നത് നമ്മൾ പഠിച്ചു. ഇനി അയാളോട് തിരിച്ചു ചോദിക്കണം.
നിങ്ങൾക്ക് എന്താണ് വിശേഷം? അപ്പം എൻ്റെ അടുത്ത് ഒരാൾ വിശേഷം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും? അയാളടുത്തും തിരിച്ചു ചോദിക്കും. അതിന് നമുക്ക് 2 രൂപം ഉപയോഗിക്കാം. ഓ എൻറ്റ് കേഫ് ഹാലക്. ഓ എൻറ്റ് എന്ന് പറയുന്നത് നീ. ഒരാണിനോട് യു എന്നുള്ള മീനിങ്ങിൽ നമ്മൾ എൻറ്റ് എന്ന് ഉപയോഗിക്കും. അത് ലേഡി ആണെങ്കിൽ ഇൻതി. തയ്യബ്. ഇനി ആൻഡ് യു എന്നുള്ള മീനിങ് ആണ് വ എൻത. വ എൻത കേഫ് ഹാലക്. വ എൻറ്റി കേഫ് ഹാലക്കി. അല്ലെങ്കിൽ വ എൻത കേഫ് അൽ ഹാൽ. വ എൻറ്റി കേഫ് അൽ ഹാൽ എന്ന് ചോദിക്കാം. നമ്മളടുത്ത ഒരാൾ ചോദിക്കുമ്പോൾ തിരിച്ചു നമ്മൾ ചോദിക്കുന്ന രൂപം. അപ്പോൾ അയാൾക്കും എന്ത് മറുപടി പറയാം? അൽഹംദുലില്ലാ ഖൈർ, ബിഖൈർ അൽഹംദുലില്ലാ, തയ്യിബ് അൽഹംദുലില്ലാ, തമാം അൽഹംദുലില്ലാ, ക്വൈസ് അൽഹംദുലില്ലാ എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു മറുപടി പറയാം. ഓക്കെ. ഇനി നമ്മൾ സലാം പറയുന്നതിന് പകരമായിട്ട്, അല്ലെങ്കിൽ അതിനോട് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു യൂസേജ് ഉപയോഗിക്കാറുണ്ട്. സബാഹ് അൽ ഖൈർ. സബാഹ് അൽ ഖൈർ, ഗുഡ് മോർണിംഗ് എന്നുള്ള രൂപത്തിൽ സബാഹ് അൽ ഖൈർ എന്ന് പറയാം. തിരിച്ചു നമുക്ക് സബാഹ് അന്നൂർ എന്നാണ് ഉപയോഗിക്കുക. തിരിച്ചു സബാഹ് അൽ ഖൈർ എന്നല്ല പറയുന്നത്, സബാഹ് അന്നൂർ, അല്ലെങ്കിൽ സബാഹ് അൽ വർദ്, സബാഹ് അൽ ഫൂൽ എന്ന് പറയാം. ഇതൊക്കെ മോർണിംഗ് ഓക്കെയാണ്, നല്ല പെർഫെക്റ്റ് മോർണിംഗ് ആണ് എന്നുള്ള, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നുള്ളൊരു വിഷും കൂടെയാണ് എന്ത്? സബാഹ് അൽ ഖൈർ എന്ന് പറയുന്നത്. ഇനി അത് ഈവനിങ് ആണെങ്കിൽ, വൈകുന്നേരം ആണെങ്കിൽ മെസാ അൽ ഖൈർ, മെസാ അൽ ഖൈർ എന്ന് പറയും. ഓക്കെ. അതിന് മറുപടിയായിട്ട് മെസാ അന്നൂർ, മെസാ അൽ വർദ്, മെസാ അൽ ഫൂൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് കൂടെ ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും അല്ലാഹ് സല്ലിംക്, അള്ളാഹ് നിനക്ക് എന്ത് ചെയ്യട്ടെ? സലാമത്ത് നൽകട്ടെ, അല്ലെങ്കിൽ നിന്നോട് സലാം പറയട്ടെ, അല്ലാഹ് സല്ലിംക്, ഹയ്യാക്കല്ലാ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സബാഹ് അൽ ഖൈർ, ഹയ്യാക്കല്ലാ, കൈഫ് ഹാലക്, ഹയ്യാക്കല്ലാ. ഹയ്യാക്കല്ലാ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ് നിനക്ക് തഹിയ്യത്ത്, അഭിവാദ്യം അർപ്പിക്കട്ടെ. ഹയ്യാക്കല്ലാ എന്നൊരാൾ നിന്നോട് പറഞ്ഞു, അത് നമുക്ക് മറുപടിയായിട്ട് അല്ലാഹ് ഹയ്യീക്, അള്ളാഹ് ഈ ഹയ്യീക്ക് എന്നെന്ത് ചെയ്യാം? മറുപടിയായിട്ട് പറയാം. ഓക്കെ. ഇത് ഹയ്യാക്കല്ല എന്നൊരാണിനോടും ഹയ്യാക്കില്ല എന്നൊരു പെണ്ണിനോടും, ഹയ്യാച്ചല്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, സൗദിയിലെ ലോക്കൽ ഡയലക്റ്റ് പ്രകാരം ഹയ്യാച്ച്, ഹയ്യാക്കി എന്നുള്ള സെയിം യൂസിൽ ഉപയോഗിക്കുന്നതാണ് ഹയ്യാച്ച്. കി എന്നുള്ളത് എന്നുള്ളൊരു സൗണ്ടിൽ അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഹയ്യാക്കല്ല എന്ന് പറയുന്നു, ഹയ്യാച്ചില്ല എന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് അല്ലാഹ് ഹയ്യീക്ക്, ഒരാണിനോടാണെങ്കിൽ അങ്ങനെ. ഇനി ഒരു ലേഡിയോടാണെങ്കിൽ ഹയ്യാച്ചില്ല എന്നെന്ത് ചെയ്യാം? നമുക്ക് മറുപടിയായിട്ട് പറയാം. പിന്നെ അല്ലാഹ് സല്ലിംക്, അല്ലാഹ് സല്ലിംക്, ആണിനോടും അല്ലാഹ് സല്ലിംകി എന്നോട്, ഒരു പെണ്ണിനോട് നമുക്ക് എന്ത് ചെയ്യാം? പറയാനായിട്ട് പറ്റും. ഇത് നമുക്ക് വളരെ ബേസ് ആയിട്ട് ഒരാൾക്ക് നമ്മൾ വളരെ ഇൻട്രൊഡക്റ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്ന രൂപമാണ്. സലാം പറയുന്നു, അതിന് നമ്മൾ 3 രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. അതുപോലെ നമുക്ക് വിശേഷം എങ്ങനെ ചോദിക്കാം, അതിനുള്ള മറുപടി എന്ത് പറയാം. ഇനി ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നുള്ള രൂപമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.